ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ വേസ്റ്റ്, അത് കുളിക്കുന്ന വെള്ളമൊക്കെ വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന സെപ്പറേറ്റ് കുഴിയാണ് ഈ കാണുന്നത്. അതിലേക്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ 2 പൈപ്പാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. രണ്ടും വന്നിരിക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. രണ്ടും സെപ്പറേറ്റ് ബാത്റൂമുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുഴി ചെയ്തിരിക്കുന്ന രീതി തന്നെ നോക്കി അറിയാൻ പറ്റും. കുഴി ചെയ്തിരിക്കുന്നത് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് സൈഡുകളിൽ കല്ലിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൊടുത്തിട്ടാണ് കെട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ കറക്റ്റ് എല്ലാം ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കല്ലുകളുടെ ഗ്യാപ്പുകൾ കണ്ടോ. ഇതുപോലെ കല്ലുകളുടെ ഗ്യാപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വരുന്ന സമയത്ത്, അതായത് കുളിക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ സോപ്പോതയും കാര്യങ്ങളൊക്കെ എണ്ണമയം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫ്ലാറ്റായിട്ട് ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് എണ്ണമയം ഒരു പാട പോലെ നമ്മുടെ കല്ലിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കും. പിന്നെ ഒരിക്കലും വെള്ളം പുറത്തേക്ക് വലിയില്ല. അങ്ങനെ വരുന്ന സംഭവത്താണ് ഈ ബ്ലോക്ക് കാര്യങ്ങൾ കൂടുതൽ വരുന്നത്. പക്ഷേ നമ്മൾ ഈ കല്ലിൻ്റെ ഗ്യാപ്പ് ഇട്ട് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് മണ്ണിലേക്ക് വെള്ളം വലിഞ്ഞു പോകാൻ വളരെ സിമ്പിളായിട്ട് വലിഞ്ഞു ബ്ലോക്ക് നമുക്ക് മാക്സിമം ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ കണ്ടോ, നമ്മളൊരു ടീ ഇട്ടതിന് ശേഷം ഒരു ഡോർ ടീ ഇട്ടു. അതിനുശേഷം മുകളിൽ ഒരു എയർ കൗൾ കൊടുത്തിട്ടുണ്ട്. എയർ റിലീസ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് കുഴിയിൽ സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എയർ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ സ്മെല്ല് ബാത്റൂമിൻ്റെ അകത്തേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഡോർ ടീ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ഡോർ ടീ നമ്മൾ കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് ബ്ലോക്ക് തുടങ്ങുന്നതിനും ബ്ലോക്ക് ക്ലിയർ ചെയ്യാനും വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ ഡോർ ടീ നമ്മൾ അഴിച്ച് അതിൻ്റെ ടീയുടെ ബാക്കിൽ കാണുന്ന ആ ഡോറ് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. അത് ക്ലീൻ ചെയ്യാനും സാധിക്കും. പിന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ എയർ കൗൾ ഞാൻ നേരത്തെ പറഞ്ഞു, കുഴിയിൽ വരുന്ന നമ്മളെല്ലാം സീൽ ചെയ്താണ് കളയുന്നത്. സ്ലാബ് കാര്യങ്ങളിട്ട് മൂടി കളയുന്ന സമയത്ത് എയർ ടൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം ബാത്റൂമിൽ നിന്നും ഇത്തിരി അകലം കൂടിയ ബാത്റൂമുകളിൽ നിന്നുള്ള വെള്ളം വരെ വരുന്നതെങ്കിൽ വെള്ളം പോയി ഇതിൻ്റെ അകത്തേക്ക് വീഴാനുള്ള കുറച്ച് സമയം എടുക്കും. കാരണം പൈപ്പിൽ കിടക്കുന്ന വായു പുറത്തേക്ക് തള്ളിപ്പോയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എയർ കൊടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വെള്ളം മുകളിൽ നിന്ന് അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് വരുന്ന സമയത്ത് എയർ പുറത്തേക്ക് പോകും. വളരെ സിമ്പിളായിട്ട് ബ്ലോക്ക് ഇല്ലാതെ കുഴിയിലേക്ക് വെള്ളം പോവുകയും ചെയ്യും. കുഴിയിൽ വരുന്ന സ്മെല്ല് ബാത്റൂമിൻ്റെ അകത്തേക്ക് വരാതെ പുറത്ത് തന്നെ റിലീസായി പൊക്കോളും. അല്ലെങ്കിൽ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫുൾ ക്ലോസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡോർ എൽബോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അകത്തേക്ക് കയറ്റുന്നതെങ്കിൽ ഇവിടെ എയർ ഒന്ന് ടൈറ്റ് ആവും. ഈ എയർ റിലീസാവുന്ന കുഴിയിലുണ്ടാകുന്ന എയർ, അതായത് ബാഡ് സ്മെല്ല് റിലീസാവുന്ന ബാത്റൂമിൻ്റെ അകത്തായിരിക്കും. അങ്ങനെയാണ് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. കുളിക്കുന്ന വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സിങ്ക് ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം. സിങ്കിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. വെള്ളത്തിൽ കിടന്ന് അതായത് ചോറും മറ്റും കാര്യങ്ങളൊക്കെ ചീഞ്ഞ് കഴിയുമ്പോൾ സ്മെല്ല് സിങ്കിലേക്ക് വരുന്നതും ഇങ്ങനെ നമ്മൾ എയർ കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ബാത്റൂം തൊട്ടടുത്താണ് കുഴി കാര്യങ്ങളൊക്കെ, അതായത് കുളിക്കുന്ന വെള്ളത്തിന് സെപ്പറേറ്റ് കുഴി എന്തായാലും നമ്മൾ എടുക്കണം. സിങ്കായിട്ട് കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ബാത്റൂം ആണെങ്കിൽ ഏറ്റവും നല്ലത് സെപ്പറേറ്റ് ഓരോ ബാത്റൂമിൽ നിന്ന് തൊട്ടടുത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ദൂരമുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഹൈ എക്സ്പെൻസ് വരും. തൊട്ടടുത്തുള്ള ബാത്റൂം ആണെങ്കിൽ ഓരോ ബാത്റൂമിൽ നിന്ന് സെപ്പറേറ്റ് പൈപ്പുകൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഒന്ന് ബ്ലോക്ക് ആയാൽ തന്നെ മറ്റൊന്നിനെ ബാധിക്കില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനും സാധിക്കും. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ചില സ്ഥലങ്ങളിൽ മണ്ണ് നമ്മൾ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ചിലപ്പോൾ പ്ലംബിങ്ങിൻ്റെ ലൈനൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ താഴേക്ക് ഇരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ താഴേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പൈപ്പിൻ്റെ സ്ലോപ്പ് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ നേരെ ഓപ്പോസിറ്റൊക്കെ ചിലപ്പോൾ സ്ലോപ്പ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ വെള്ളം അതിൽ കെട്ടി കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മൊത്തമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ബാത്റൂമിൻ്റെ വേസ്റ്റ് ഒറ്റ പൈപ്പിലൂടെ കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മൊത്തം ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഇറക്കാൻ നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങൾ നമുക്ക് മുടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ബാത്റൂമുകളെല്ലാം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേ സൈഡിൽ വീടിൻ്റെയൊക്കെ ഏകദേശം ഒരേ സൈഡിൽ ഒക്കെ ഡിസൈൻ ചെയ്യാൻ സാധിച്ചാൽ ഈ പറയുന്ന ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒരു പരമാവധി കുറയ്ക്കാനും പറ്റും. കാരണം പൈപ്പൊക്കെ ഏകദേശം തൊട്ടടുത്ത് തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.